ഗൈസ്, നമുക്കപ്പോൾ നമ്മുടെ ഇഡ്ഡലി കൂട്ടത്തിലെ വൈറലായ സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോറി, ഇത് സാൻഡ്വിച്ച് അല്ല, ഇതിനൊരു ബർഗറേഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഔട്ട്ഡേറ്റഡ് ആയി എനിക്കറിയാം, ട്രെൻഡ് പോയി, എന്നാലും ഞാൻ കൂടെ ചെയ്യുന്നത് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിതാ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് ചിക്കനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഈ ഉള്ളി, മുളക്, പിന്നെ എഗ്ഗ് ഇതിനും കൂടെ വേവിക്കാൻ വെച്ച് ഇത് നമ്മൾ നന്നായിട്ട് സ്റ്റീമായി വരണം കേട്ടോ, വെന്ത് വരണം ചിക്കൻ. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളോട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ സാലഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് വെജീസ്, നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്യാബേജ്, ക്യാരറ്റ്സ് ആൻഡ് അനിയൻസ്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ വേവിക്കാൻ വെച്ച ഐറ്റംസ് എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം നമുക്കൊന്ന് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഗ്രൈൻഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മയണൈസിൻ്റെ പരുവയില്ലേ, അങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് പാല്, കുറച്ച് ഹണി, അത് ഓപ്ഷണലാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി അരച്ചെടുക്കാം. ഇത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ് കേട്ടോ. ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സിന് സ്റ്റഫ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എടുത്ത മിക്സ് ഒരു ബർഗർ ബിന്നകത്തോട് ആക്കി നല്ലൊരു ബർഗറായിട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്തു. അപ്പം നമുക്ക് കഴിക്കാനുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത്രേ ഉള്ളൂ കേട്ടോ.